ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇൻസ്റ്റലേഷൻ ഇതാണ് QC3 ചാർജറാണ്, ക്വിക്ക് ചാർജർ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം BMW ഒരു ചാർജർ വെച്ചിരുന്നു, നോർമൽ ചാർജർ എടുത്ത് മാറ്റി. ഇനി ഇവനെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഇത് കാണിച്ചോളൂ. ക്വിക്ക് ചാർജർ ആൻഡ് നോർമൽ PD, ദാറ്റ്സ് ഫോർ iPhone. ഓക്കെ, അപ്പോൾ അതിന് ആദ്യം ഒന്ന് ഡ്രില്ല് ചെയ്യണം. ഡ്രില്ല് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഏതായാലും ഇത് മാറ്റി നമ്മുടെ ക്വിക്ക് ചാർജ് ആക്കി. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തു ക്വിക്ക് ചാർജ്. ഇപ്പോഴത്തെ എൻ്റെ പഴയ BMW ചാർജർ ഒരെണ്ണമുണ്ട്, അതവിടെ ഇരുന്നോട്ടെ, നമുക്കിത് ഉപയോഗിക്കാം. ഇത് പണി മുടക്കുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കും. ഓക്കെ, പിന്നെ ഏതായാലും തുറന്ന സ്ഥിതിക്ക് ഇതിപ്പോൾ ഇത്രയും തുറന്നു, ചെറിയൊരു ഇൻസ്റ്റാളേഷന് വേണ്ടി ഫുൾ തുറക്കേണ്ടി വന്നു. തുറന്ന സ്ഥിതിക്ക് ഞാൻ ഈ എയർ ഫിൽറ്റർ കൂടി മാറ്റാൻ പോവാണ്. സോ വാട്ട് ഐ എം ഗോയിങ് ടു യൂസ് ഈസ് ദ ന്യൂ ഫിൽറ്റർ Sprint. This is Sprint air filter for BMW G310GS. അപ്പോൾ നമുക്കിതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. Sprint filter. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇതിനകത്ത് ഓയിലില്ല, ജസ്റ്റ് വാട്ടർ വാഷബിളാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ്, ഓവർസീസിലുള്ള ഫ്രണ്ട്സ് ഇത് ഉപയോഗിച്ചിട്ട് നല്ല ഫീഡ്ബാക്കാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ സ്പാർക്ക് പ്ലഗ് കൂടി മാറ്റണം. പക്ഷേ സ്പാർക്ക് പ്ലഗ് ഇപ്പോൾ ഞാൻ മാറ്റുന്നില്ല, കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ മാറ്റിയതാണ്. 2 വർഷമാണ് സ്പാർക്ക് പ്ലഗിൻ്റെ ടൈം. അപ്പോൾ അടുത്ത വർഷം വരുമ്പോൾ ഇത് നമുക്ക് മാറ്റി സ്പാർക്ക് പ്ലഗും അതാക്കണം, പുതിയ സ്പാർക്ക് പ്ലഗ്. ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ സ്പാർക്ക് പ്ലഗ് ഉണ്ട്, അത് ഇറിഡിയം, ഐ തിങ്ക് ഇറ്റ്സ് ഇറിഡിയം മെയ്ഡ് ഓഫ് ഇറിഡിയം മോളിബ്ഡനോ അങ്ങനെ എന്തോ ആണ്, ഇറിഡിയം മോളിബ്ഡനോ അങ്ങനെ എന്തോ ആണ്. അത് എനിക്ക് എനിഹൗ ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നു. ലെറ്റ്സ് സീ. നമുക്ക് ആദ്യം എടുത്ത് മാറ്റാം. ഇതാണ് നമ്മുടെ സ്റ്റോക്ക് ഫിൽറ്റർ. അപ്പോൾ എൻ്റെ ഏകദേശം ഒരു 5000 കിലോമീറ്ററായി. 5000 കിലോമീറ്റർ ഇതാണ് അവസ്ഥ. വലിയ മോശമൊന്നുമില്ല, സ്റ്റിൽ ഇറ്റ് വിൽ ഗോ. പക്ഷെ എനിക്ക് ഈ ഫിൽറ്റർ ഒന്ന് ഉപയോഗിച്ച് നോക്കണം. ഞാൻ കളയുന്നില്ല, എന്തെങ്കിലും ആവശ്യം വരിക പിന്നെ ഉപയോഗിക്കാം. ഓക്കെ, BMW ഫിൽറ്റർ അത്ര മോശമൊന്നുമല്ലെന്ന് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ ഇനി നമുക്ക് യവനെ വെക്കാം. യവനെ ഇങ്ങനെയല്ലേ, ഇങ്ങനെ ഇരിക്കും അല്ലേ, ഇങ്ങനെയല്ലല്ലോ, തിരിച്ചല്ലല്ലോ, ഇങ്ങനെയല്ല. ഓക്കെ, അങ്ങോട്ട് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ ഓക്കെ, സാധനം ടൈറ്റ് ആയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സക്സസ്ഫുൾ. ഫിൽറ്റർ മാറ്റി. ഈ ഫിൽറ്റർ കളയുന്നില്ല, എടുത്ത് വെക്കാം, പിന്നീട് അപ്ലൈ ചെയ്ത് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇനി ഞാൻ ഓടിച്ച് നോക്കിയിട്ട് പറയാം എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ ഇത്തവണ എൻ്റെ പ്ലാൻ, ഇത്തവണ വെക്കേഷൻ ഉണ്ടപ്പോൾ എൻ്റെ പ്ലാൻ ഒന്ന് ഇതായിരുന്നു. പിന്നെ എയർ ഫിൽറ്റർ ഇനിയിപ്പോൾ ഇത്തവണ വേണ്ട, അടുത്ത. പിന്നെ ഒന്ന് ഇത്, പിന്നെ മറ്റൊന്ന് വേറെന്താ, ബ്രേക്കിൻ്റെ മാറ്റിയത്. ഏത്? അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് ഒടിഞ്ഞു പോയി. ഈ സാധനം ഇത് ഒടിഞ്ഞു പോയി. അപ്പോൾ ഞാനതൊക്കെ സൂപ്പർ ഗ്ലൂ ഇട്ട് വെച്ചേക്കാണ്, ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഏതായാലും അടുത്തവണ മാറ്റുമ്പോൾ ഇത് പറഞ്ഞാൽ സെപ്പറേറ്റ് ഓർഡർ ചെയ്തു. ആദ്യം പൈസ ഇല്ല. ഈ ട്രിം ഉണ്ടല്ലോ, ഇതിനെ ട്രിം എന്ന് പറയാം. ഈ ട്രിം ഒറ്റ സെറ്റായിട്ടാണ് വരുന്നത്, മാറ്റണം. ഓക്കേ, ഇത് കഴിഞ്ഞാൽ നമ്മൾ മാറ്റിയതാണ്, കുഴപ്പമില്ല. പിന്നെ ഇത്തവണ എൻ്റെ സാധനം തെറിച്ചു പോയി കേട്ടോ, ഇത് തെറിച്ചു പോയി. അപ്പോൾ ഇതൊന്ന് പുതിയ ഒരെണ്ണം വാങ്ങിക്കണം.